ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ യൂറോപ്യൻ രാത്രിയിൽ ആൻഫീൽഡിൽ നമ്മൾ എന്താണ് കണ്ടത്? ഒരു ലൂയിസ് എൻറിക്കെ സംഭവം. അതായത് ലൂച്ചോയുടെ പിള്ളേർ ആൻഫീൽഡിലേക്ക് പോയിട്ട് 6 സ്ലോട്ടിൻ്റെ ലിവർപൂളിനെ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. PSG പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ലിവർപൂളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ക്വാർട്ടർ ഫൈനലിൽ അവർ നേടാൻ പോകുന്നത് ആസ്റ്റൺ വില്ല വേഴ്സസ് ക്ലബ് ബ്രൂഗ് മത്സരത്തിലെ വിജയമായിരിക്കും. അത് മിക്കവാറും ഉനായ് എമറിയുടെ ആസ്റ്റൺ വില്ല തന്നെയായിരിക്കും. ഉനായ് എമറി മുൻ PSG മാനേജറാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. 2 സ്പാനിഷ് മാനേജർമാർ തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും ക്വാർട്ടർ ഫൈനലിൽ നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആൻഫീൽഡിൽ സംഭവിച്ചത്? ഫസ്റ്റ് ലെഗിൽ പാരീസിൽ ആലിസൺ മല പോലെ മതിൽ പോലെ നിൽക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലിവർപൂളിൻ്റെ ആ ഒരു ലേറ്റ് സക്കർ പഞ്ച് വിജയം നമ്മൾ കണ്ടു. 1-0 എന്നുള്ള സ്കോർ ലൈനിന് ഏലിയറ്റ് ബെഞ്ചിൽ നിന്ന് വന്നിട്ട് 47 സെക്കൻഡുകൾ കൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ അവിടെ ആലിസൻ്റെ പ്രകടനം തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. PSG മനോഹരമായിട്ട് ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തെങ്കിലും അവർക്ക് ആലിസനെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ലെഗിലും ആലിസൺ നല്ല രീതിയിൽ പൊരുതിയിട്ടുണ്ട്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഹീറോ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ഇറ്റാലിയൻ ആജാനുബാഹുവായിട്ടുള്ള ഡൊണറുമ എന്ന് പറയുന്ന കീപ്പറാണ്. ഫസ്റ്റ് ലെഗിൽ അദ്ദേഹം ഏലിയറ്റിൻ്റെ ആ ഒരു ഷോട്ട് സേവ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഒരു ഗുഡ് കീപ്പർ വേഴ്സസ് വേൾഡ് ക്ലാസ് കീപ്പർ തമ്മിലുള്ള ഒരു കമ്പാരിസനെ കുറിച്ചും അങ്ങനെയുള്ള സംഭവത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഡൊണറുമയാണെങ്കിൽ ഇതിനു മുമ്പും PSG കുപ്പായത്തിൽ ബിഗ് മത്സരങ്ങളിൽ ചോക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം മനോഹരമായിട്ട് സേവുകൾ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഓവർ ദ കോഴ്സ് ഓഫ് 120 മിനിറ്റ്സ്. അതോടൊപ്പം തന്നെ ക്രോസുകൾ പാരി ചെയ്യുന്നതാണെങ്കിലും ഒപ്പം ആ പെനാൽറ്റി ഷൂട്ടുകളിൽ കടന്നപ്പോൾ അദ്ദേഹത്തിന് ഒബ്വിയസ്ലി ഒരു എഡ്ജ് ഉണ്ടായിരുന്നു ആലിസന് മുകളിൽ. കാരണം വെച്ചാൽ ആലിസൺ വേൾഡ് ക്ലാസ് കീപ്പറാണ്. പക്ഷേ ആലിസൻ്റെ അഖിലിസ് ഹീൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം പെനാൽറ്റി ഷൂട്ടൗട്ടുകൾ സേവ് ചെയ്യുന്നതാണ്. അത് ലിവർപൂൾ ഫാൻസിന് നന്നായിട്ട് അറിയാം, ബ്രസീൽ ഫാൻസിന് നന്നായിട്ട് അറിയാം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവരും പറയുന്നതാണ്. അപ്പോൾ അവിടെ ഡൊണറുമ തൻ്റെ ആ ഒരു ക്ലാസ് കാഴ്ചവെച്ചു. ആ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 2 സേവുകൾ പുൾ ഓഫ് ചെയ്യുന്നു. ഗ്രേറ്റ് പെർഫോമൻസ്. അങ്ങനെ ഗുഡ് കീപ്പറിൻ്റെ റിഡംഷൻ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ PSG പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ഈ ടൈ ഉണ്ടല്ലോ, മൊത്തത്തിൽ 2 ലെഗുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറേ ഫേസസ് ഉണ്ടായിരുന്നു, കുറേ ഫേസസ്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ ഈ 2 ലെഗിനെയും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിട്ട് നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും: PSG ഡിസേർവിങ് വിന്നേഴ്സാണെന്നുള്ളത്. അതിപ്പോൾ ഏത് സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാലും, കണ്ണുകൊണ്ട് നമ്മൾ കളിയെ നോക്കിക്കഴിഞ്ഞാലും നമുക്കത് പറയാൻ സാധിക്കും. കാരണം 48ഓളം അറ്റംപ്റ്റുകൾ 2 ലെഗുകളിലായിട്ട് അവർ നടത്തിയിട്ടുണ്ട്. അതിൽ 18 ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ബിഗ് ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 7ഓളം ബിഗ് ചാൻസസ് 2 ലെഗിലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ ഗോളെ ആ 7 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ. 7 ബിഗ് ചാൻസ് എന്ന് ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ അത്ര ശരിയായുള്ള സംഭവമല്ല. ലിവർപൂൾ സംബന്ധിച്ചോളം ഫസ്റ്റ് ലെഗിൽ ആകെ 2 അറ്റംപ്റ്റുകൾ, അതിൽ ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് അവർ കൺവേർട്ട് ചെയ്യുന്നു. സെക്കൻഡ് ലെഗിൽ ആൻഫീൽഡിൽ അവർ 19ഓളം അറ്റംപ്റ്റുകൾ നടത്തി. മൊത്തം 2 ലെഗുകളായിട്ട് 21 അറ്റംപ്റ്റുകൾ. പക്ഷേ എന്താണ്, ലിവർപൂൾ ആൻഫീൽഡിലാകെ 3 ഷോട്ടുകൾ മാത്രമേ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അവർ മൊത്തം മത്സരത്തിൽ 4 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒറ്റ ഗോൾ മാത്രമേ അവർക്ക് പുൾ ഓഫ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഓവർ ദ കോഴ്സ് ഓഫ് 2 ലെഗ്സ് 210 മിനിറ്റ് ഫുട്ബോൾ കളിച്ചിട്ടുള്ള സിനാരിയോയിൽ PSG ഡിസേർവിങ് വിന്നേഴ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പല ഫേസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിലും പല ഫേസസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് തുടക്കത്തിൽ ലിവർപൂൾ മനോഹരമായിട്ട് തുടങ്ങുന്നു, നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു, നല്ല രീതിയിൽ PSG ബുദ്ധിമുട്ടിക്കുന്നു, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അത് മുതലെടുക്കാൻ സാധിച്ചില്ല. സലയ്ക്ക് 2 ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ 5-6 മിനിറ്റിനുള്ളിൽ തന്നെ. ആദ്യത്തെ ചാൻസ് എങ്ങനെയാണ് വരുന്നത്? ആ ഒരു വെർജിൽ വാൻ ഡൈക്കിൻ്റെ ലോങ് ബോൾ, അതിലേക്ക് സൊബോസ്ലായിട്ട് റണ്ണ് ബോക്സിലേക്കുള്ള അധികം റണ്ണ് മേടിച്ചായിരുന്നു. അദ്ദേഹം മക്കാലിസ്റ്ററിന് പാസ് കൊടുക്കുന്നു. മക്കാലിസ്റ്റർ എന്നിട്ട് ആ ബോളുമായിട്ട് ബോക്സിലേക്ക് പോവാണ് മനോഹരമായിട്ട്. എന്നിട്ട് അത് കട്ട് ബാക്ക് ചെയ്ത് കൊടുത്തപ്പോൾ സലയിലേക്കാണ് വന്നുകൊണ്ടായിരുന്നു. സലയെ സംബന്ധിച്ചോളം അദ്ദേഹം ഷോട്ട് അടിക്കുന്നു, പക്ഷേ ന്യൂനോ മെൻഡസ് അത് ബ്ലോക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ചാൻസ് എങ്ങനെയാണ്? ന്യൂനോ മെൻഡസിനെ മുഹമ്മദ് സല നട്ട്മെഗ് ചെയ്തിട്ട് പോവുകയാണ് ഹാഫിലിനടുത്ത്. എന്നിട്ട് റൈറ്റ് വിങ്ങിലൂടെ അങ്ങോട്ട് പാഞ്ഞു പോയിട്ട് അദ്ദേഹം ബോക്സിൽ ഒരു പാസ് വയ്ക്കാൻ ശ്രമിച്ചത്, പക്ഷേ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കാലുകളിലേക്ക് തന്നെ വന്നു വീഴാണ് ബോക്സിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കേളർ എഫേർട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ ഇത്തരത്തിൽ 2 ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റീസ് സലയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലെഗിൽ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ സെക്കൻഡ് ലെഗിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ. പക്ഷേ അദ്ദേഹത്തിന് മുതലെടുക്കാൻ സാധിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിന് ഗെയിമിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ന്യൂനോ മെൻഡസ് പൂട്ടിക്കളഞ്ഞു, പോക്കറ്റിലാക്കി കളഞ്ഞു എന്നെടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ആ രീതിയിൽ അതൊരു ഫേസ് ആയിരുന്നു ലിവർപൂളിൻ്റെ ഡോമിനേഷനോട് കൂടിയിട്ടുള്ള തുടക്കം ആൻഫീൽഡ് ക്രൗഡിന് മുമ്പിൽ.
പക്ഷേ പിന്നീട് എന്താണ്, അവിടെ നിന്ന് പിന്നെ മെല്ലെ PSG മത്സരത്തിൽ തിരിച്ചു വരുന്നു. അവർ ആ ഗോൾ കണ്ടെത്തുന്നു. 12ാമത്തെ മിനിറ്റിൽ ഉസ്മാനിക്ക ഗോൾ അടിക്കുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ ഒരു ലിവർപൂളിൻ്റെ പ്രസ്സിലുള്ള പ്രശ്നം അവിടെ കൃത്യമായിട്ടും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അവിടെ മാൻ ടു മാൻ പ്രസ്സിലേക്കാണ് ലിവർപൂൾ നീങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ സല കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ന്യൂനോ മെൻഡസിനെ പ്രസ് ചെയ്യണമായിരുന്നു. ന്യൂനോ മെൻഡസിൻ്റെ അടുത്ത് ബോൾ കിട്ടിയുള്ള സിനാരിയിൽ ന്യൂനോ മെൻഡസ് ആ ബോൾ ആ ഹാഫ് ലൈനിൻ്റെ അടുത്തേക്ക് കൊടുക്കുമ്പോൾ ഉസ്മാനിക്കാണല്ലോ ഫോൾസ് നൈനായിട്ട് കളിക്കുന്നത്. പുള്ളിക്കാരൻ ആ ഒരു ഹാഫ് ലൈനിൻ്റെ അടുത്തേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ആ ബോൾ റിസീവ് ചെയ്തു. അത് ഫാൻറ്റാസ്റ്റിക് പാസ്സാണ്. മാത്രമല്ല അവിടെ സൊബോസ്ലൈനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ വിറ്റീനേക്ക് സാധിച്ചിരുന്നു. അങ്ങനെയാണ് ആ പാത്ത് വേ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ രീതിയിൽ മാൻമാർക്ക് ചെയ്ത് കളിക്കുമ്പോൾ, ഹൈ പ്രസ് ചെയ്ത് കളിക്കുമ്പോൾ സെൻറ്റർ ബാക്കുകൾ വളരെയധികം ആക്റ്റീവായിട്ടിരിക്കണം, അലേർട്ടായിട്ടിരിക്കണം. അവിടെ ഉസ്മാനിക്കാൻ്റെ കൂടെ വെർജിൽ വാൻ ഡൈക്കോ കൊനാട്ടിയോ പോയില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഒരു പ്രശ്നമായി. മാത്രമല്ല ഈ ഡെംബേലെ ഇത്തരത്തിലുള്ള പൊസിഷൻസ് എടുക്കുന്നത് ലിവർപൂളിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫസ്റ്റ് ഹാഫിൽ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഡ്രോപ്പ് ചെയ്ത് വരുന്നു, ഈവൻ ബാർക്കോള ഡ്രോപ്പ് ചെയ്ത് വരുന്നു. ഇവരുടെ റൊട്ടേഷൻ പാണ്ടറങ്ങാനായിട്ട് പിടിച്ചാൽ കിട്ടാത്ത സംഭവമാണ്. മിഡ്ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യും, ആ ഒരു ഫ്രണ്ട് 3 റൊട്ടേറ്റ് ചെയ്യും. എന്താ പിന്നെ ചെയ്യുക? അങ്ങനെ ഡെംബേലെ ബാർക്കോലെ പിക്ക് ചെയ്യുന്നു, റൈറ്റിലൂടെ ആണെങ്കിലും ബാർക്കോലെ പിക്ക് ചെയ്യുന്നു. ബാർക്കോല ബോക്സിലേക്ക് എത്തിയതിന് ശേഷം അവിടെ നിന്ന് പിന്നെ ഡെംബൂസിൻ്റെ ഉസ്മാനിക്കാൻ്റെ ആ റണ്ണ് പിക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. അവിടെ കൊനാട്ടെ വന്നിട്ട് ലാസ്റ്റ് ഡിച്ച് ടാക്കിൾ നടത്തുകയാണ് ഡെംബേലേക്ക് ആ ബോൾ എത്താതിരിക്കാനായിട്ട്. പക്ഷേ അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. ആലിസനുണ്ട്, കൊനാട്ടെ ഉണ്ട്. കൊനാട്ടെ ആ ഒരു പിന്നെ ഇൻ്റർസെപ്ഷൻ നടത്തുമ്പോൾ, സ്ലൈഡ് ചെയ്ത് നിന്ന് ഇൻ്റർസെപ്ഷൻ നടത്തിയപ്പോൾ അത് ഡെംബേലെ സംബന്ധിച്ചോളം ഒരു ഈസി ടാപ്പിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഡെംബേലെ ആൻഫീൽഡിൽ ആ ഇമ്പോർട്ടൻറ്റ് ഗോൾ അടിക്കുന്ന സിനാരി നമുക്ക് കാണാൻ സാധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡെംബേലെ സംബന്ധിച്ചോളം 4-5 വർഷങ്ങൾക്ക് മുമ്പ് ലിവർപൂളിനെതിരെ ബാഴ്സലോണ കുപ്പായത്തിൽ അന്ന് ക്യാമ്പ് നൂവിൽ 3-0 ലീഡിലിരിക്കുമ്പോൾ 4-0 സുവർണാവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നേരെ ആലിസിൻ്റെ കയ്യിലേക്കാണ് ചെങ്ങായി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് സെക്കൻഡ് ലെഗിൽ ആൻഫീൽഡിൽ ഒരു തരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ആ ഒരു ഗ്രേറ്റ് കംബാക്ക് ലിവർപൂൾ നടന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അതൊരു പക്ഷേ 3-0 നിന്നും 4-0 അന്ന് ക്യാമ്പിനിലാക്കാൻ ആ ചെങ്ങായിക്ക് സാധിച്ചിരുന്നെങ്കിൽ ഒരു കംബാക്കിനെ കുറിച്ച് ലിവർപൂളിന് വലിയ പ്രതീക്ഷ പോലും കൊടുക്കില്ലായിരിക്കാം. ഒബ്വിയസ്ലി ആൻഫീൽഡിൽ അവർ പൊരുതുമായിരിക്കും. അത് ഒബ്വിയസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. യർഗൻ ക്ലോപ്പിൻ്റെ ടീമിൻ്റെ മെൻറ്റാലിറ്റി അത്തരത്തിലായിരുന്നു. പക്ഷേ അപ്പോൾ എന്തായാലും ഡെംബേലെ സംബന്ധിച്ചോളം റിഡെംഷനാണത്. അങ്ങനെ PSG ആ ഗോൾ കണ്ടെത്തുന്നു. ഫസ്റ്റ് ലെഗിൽ അവർ പഠിച്ച പണി 18 നോക്കിയിട്ട് ആലിസിനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വളരെ തുടക്കത്തിൽ തന്നെ വളരെ ഏർലി ആയിട്ട് ആ ഒരു ഗോൾ അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. പിന്നീട് PSG വേറെയും 3 മനോഹരമായിട്ടുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിച്ചത്. 3 ബ്രില്യൻറ്റ് ചാൻസുകൾ. അതിൽ തന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ബാർക്കോള കിട്ടിയുള്ള ഓപ്പർച്യൂണിറ്റി. അതിൽ പിന്നെ ഒരു ലോങ് ബോൾ ഹാഫ് ലൈനിൽ എടുത്തേക്ക് വരികയാണ്. അപ്പോൾ അതെന്താ, പിന്നെ ലിവർപൂൾ ഹെഡ് ചെയ്തിട്ട് അത് വിൻ ചെയ്യുന്നു. അത് ട്രെൻഡിലേക്ക് എത്തുന്നു. ട്രെൻഡ് പ്രസ് റെസിസ്റ്റൻസ് ഒക്കെ ഇനീഷ്യലി കാഴ്ചവെക്കുന്നു. പക്ഷേ അവിടെ ജോനേഴ്സ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുകയാണ്. ട്രെൻഡ് അത് പാസ് ചെയ്യണമായിരുന്നു. ഒരു സിനാരിയിൽ ഒരു പ്ലെയറിനെ മറികടന്ന് പോയി. വീണ്ടും ഡ്രിബിൾ ചെയ്ത് പോകാനുള്ളൊരു ശ്രമം വളരെ കാഷ്വലായിട്ട്. എന്താണ് അവിടെ ലിവർപൂൾ പ്ലെയേഴ്സ് നമ്മുടെ അടുത്താണ് ബോൾ എന്ന് കരുതിയിട്ട് അവർ ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ട്രെൻഡ് ബോൾ നഷ്ടപ്പെടുന്നത്. അത് കവരഡോണിലേക്ക് എത്തുന്നു, വരട്ഷ്കേലിലേക്ക് എത്തുന്നു. വരട്ഷ്കേൽ അതുമായിട്ട് റൺ ചെയ്ത് പോയതിനു ശേഷം ബാർക്കോളയുടെ ആ ഒരു റണ്ണ് പിക്ക് ചെയ്തുള്ള ത്രൂ ബോൾ വാസ് എക്സ്ക്വിസിറ്റ്. ബാർക്കോള കീപ്പറിനെ റൗണ്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാനുള്ള ശ്രമമാണ്. പക്ഷേ ആലിസൺ അഗെയിൻ അവിടെ രക്ഷക്കെത്തുകയാണ് ലിവർപൂൾ സംബന്ധിച്ചോളം. അല്ലെങ്കിൽ അവിടെ ഓൾറെഡി 2-0 ആകേണ്ട ഒരു അവസരമായിരുന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ വരട്ഷ്കേലിയുടെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതായത് അഗെയിൻ ഡെംബേലയുടെ ഇമ്പാക്റ്റ് ഉണ്ട്. ബാർക്കോല ഡെംബേലയെ റൈറ്റ് സൈഡിൽ റിലീസ് ചെയ്യുന്നു. ഡെംബേലെ കട്ട് ബാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ വരട്ഷ്കേലിയെ അവിടെ ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല ലിവർപൂളിനെ സംബന്ധിച്ചോളം. വരട്ഷ്കേലിയുടെ അറ്റംപ്റ്റ്, ബോക്സിനകത്തുള്ള അറ്റംപ്റ്റ്, അത് ഗ്രാവൻബർഗ് ബ്ലോക്ക് ചെയ്യുകയാണ്. അങ്ങനെ അത് കോർണറിൽ കലാശിക്കുന്നൊരു അവസരം നമ്മൾ കണ്ടു. പിന്നെ അതേപോലെ തന്നെ മക്കാലിസ്റ്റർ പൊസിഷൻ നഷ്ടപ്പെടുന്നു. അങ്ങനെ വരട്ഷ്കേലിയ അഗെയിൻ ഡെംബേലയെ പിക്ക് ചെയ്യുന്നു. ഡെംബേലയുടെ ടച്ച് അവിടെ വളരെ വളരെ മോശമായിപ്പോയി. അത് ആലിസിന് വന്നിട്ട് ചാർജ് ചെയ്തിട്ട് സേവ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് PSG കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ. ഈ ടൈ കിൽ ഓഫ് ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലിനിക്കലല്ലാത്തൊരു പ്രശ്നം PSG അലട്ടുകയാണ്. അപ്പുറത്താണെങ്കിൽ ലിവർപൂൾ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ സലയ്ക്ക് ചാൻസുകൾ കിട്ടുന്നു. കോർണറുകളിൽ നിന്നുള്ള PSG-യുടെ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു. വെർജിൽ വാൻ ഡൈക്കിൻ്റെ ഒരു ഹെഡർ അറ്റംപ്റ്റ്, അതേപോലെ തന്നെ ജോട്ടയ്ക്ക് അത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റൊക്കെ നടത്താനുള്ള അവസരം കിട്ടിയിരുന്നു. പക്ഷേ ജോട്ടയൊക്കെ സംബന്ധിച്ചിടത്തോളം 2021 ചാമ്പ്യൻസ് ലീഗ് ചങ്ങായി ഒരു ഗോൾ അടിച്ചിട്ടുള്ളത്. 4 വർഷമായി, 17 മത്സരങ്ങളായി. അതിൻ്റേതായിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ എന്താണ് പിന്നെ മിസ്പ്ലേസ്ഡ് പാസുകളും കാര്യങ്ങളും. അങ്ങനെ PSG
ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഇനീഷ്യൽ സ്കെയറിന് ശേഷം നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഒരു ഫേസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ PSG മിഡ്ഫീൽഡ് അവർ ഡൊമിനേറ്റ് ചെയ്യായിരുന്നു. മാൻ സോബോസ്ലൈ, മക്കാലിസ്റ്റർ, ഗ്രാവൻബർഗാണ് പിന്നെ ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ പ്രസ് പിന്നെ അങ്ങോട്ട് വർക്കൗട്ട് ആകുന്നില്ല. ലിവർപൂളിൻ്റെ ആ ഒരു 4-2-4 എന്നുള്ള രീതിയിലാണ് പ്രസ് ചെയ്യുന്നത്. 4 അറ്റാക്കേഴ്സിനെ വെച്ചിട്ട് പ്രസ് ചെയ്യുന്നു. 2 പിവോട്ടോടെ നിൽക്കുന്നു, ഗ്രാവൻബർഗും മക്കാലിസ്റ്ററും നിൽക്കുന്നു, സോബോസ്ലൈ മുമ്പോട്ട് പോയി പ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹാഫ് ഹാർട്ടഡ് പ്രസ്സാണ്, ഫുൾ ഓൺ പ്രസ് അല്ല. മാത്രമല്ല പ്രസ് ചെയ്യുമ്പോൾ ഈ പിന്നെ ഡിഫൻഡർമാരും അലേർട്ട് ചെയ്ത് നിൽക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഈ റൊട്ടേഷനും ഈ ഡെംബേലയുടെ താഴോട്ടുള്ള ഈ ഇറങ്ങി വരുമോ ഒക്കെ ഇവരുടെ പ്രസ്സിങ്ങിനെ ബാധിക്കുകയാണ്. അപ്പോൾ അത് എന്താണ് PSG ശരിക്കും മുതലെടുക്കുന്നത് നമുക്ക് കാണാൻ വെച്ചാൽ അവർ വളരെ ബ്രേവായിട്ട് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ട് കളിക്കുകയും ചെയ്തു. ഭയങ്കര ബ്രേവായിട്ടാണ് ലൂയിസ് എൻറിക്കയുടെ ടീം കളിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഫീൽഡാണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഈ ഒരു വിജയം PSG കൊടുക്കാൻ പോകുന്ന ആ ഒരു മൊറാൽ ബൂസ്റ്റ്, കാരണം ഒരു വല്ലാത്തൊരു സ്റ്റേഡിയത്തിലേക്ക് വന്നിട്ടാണ് അവർ വിജയിച്ച് കയറിയിട്ടുള്ളത്. നമുക്കറിയാം PSG പലപ്പോഴായിട്ട് ചോക്കേഴ്സ് എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ 1-0 ഡെഫിസിറ്റ് അവർ ആൻഫീൽഡിൽ വന്നിട്ട് മറികടക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടിട്ടുള്ളത്. മാത്രമല്ല സെക്കൻഡ് ഹാഫിലൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ബാക്ക് ഫുട്ടിൽ കളിക്കേണ്ട അവസരങ്ങളുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ വെറും 3 അറ്റംപ്റ്റുകളെ PSG നടത്തിയിട്ടുള്ളൂ. കാരണം ബാക്ക് ഫുട്ടിലായിരുന്നു, അവർ പിടിച്ച് തൂങ്ങി നിൽക്കുകയായിരുന്നു, ഹാങ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവർക്ക് ഹാങ് ചെയ്യാൻ സാധിച്ചു. പിന്നീട് എക്സ്ട്രാ ടൈമിൽ അവർ വീണ്ടും മറ്റൊരു ഗിയറിലേക്ക് നീങ്ങുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ PSG സംബന്ധിച്ചിടത്തോളം അവർ മെൻറ്റാലിറ്റി കാഴ്ചവെച്ചിരിക്കുകയാണ്. അത് നമ്മൾ സാധാരണ PSG അസോസിയേറ്റ് സംസാരിക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ ലൂയിസ് എൻറിക്കെ എന്ന് പറയുന്ന മാനേജർ ഏത് രീതിയിലാണ് ഈ ടീമിനെ മൗൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഫിലോസഫി എങ്ങനെയാണ് ഇൻസ്റ്റിൽ ചെയ്തിരിക്കുന്നത്, അതോടൊപ്പം തന്നെ മെൻറ്റാലിറ്റി അവരെങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള സംഭവമാണ്. മാത്രമല്ല ഖലീഫി ആണെങ്കിലും ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ചെങ്ങായിനെ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ ആ ടീം അങ്ങോട്ട് ബിൽഡ് ചെയ്യാനായിട്ട്. ലൂയിസ് എൻറിക്കയുടെ കൂടെ ചെങ്ങായി ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗലാക്ടിക്കോസ് എറയിൽ നിന്നും മാറി ചിന്തിക്കുകയാണ് അവർ, അല്ലേ? അതായത് സൂപ്പർ താരങ്ങളെ കൊണ്ടുവരുന്നതിന് പകരം ആ ടീം പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യണം. ഡെസിരി ഡുവെ ഫാന്റാസ്റ്റിക് സൈനിങ്. വരട്സ്കേലിയ ഇപ്പോൾ ജാനുവരിയിലാണ് അങ്ങോട്ട് വന്നുള്ളത്, ഗ്രേറ്റ് സൈനിങ് ആണ്. പിന്നെ എന്താണ്, ഉസ്മാനിക്കാനെ കൊണ്ടുവരുന്നു, അതേപോലെ തന്നെ ബാർക്കോള, ജോവൻ നെവസ്, വിത്തീന്യ, പിന്നെ ഡിഫൻസിൽ പാച്ചോൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് നമ്മൾ കാണുന്നു. ന്യൂനോ മെൻഡസ് ശരിക്കും ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടീമിലെന്താണ് ഒരു പീക്കിൽ നിൽക്കുന്ന പ്ലെയേഴ്സും ഒപ്പം എന്താണ് യങ് പ്ലെയേഴ്സ്, വളരെ ടാലൻ്റ് ആയിട്ടുള്ള യങ് പ്ലെയേഴ്സിൻ്റെ ഒരു ബ്ലെൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിന്നറായിട്ടുള്ള ലൂച്ചോ എന്ന് പറയുന്ന മാനേജറും. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ വർക്കൗട്ട് ആകുന്നുണ്ട്. അവർക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഈ സീസണിൽ സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ്. പക്ഷേ എന്തായാലും അവർ കോമ്പീറ്റ് ചെയ്യാൻ തന്നെ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. ഈ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ സ്ലോ ആയിട്ടാണ് അവർ തുടങ്ങിയിരുന്നത്, പക്ഷേ ഇപ്പോൾ അടിപൊളിയായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ എന്താണ് ഓവർ ആ ഒരു പൊസിഷണൽ സിസ്റ്റം അല്ല ലൂയിസ് എൻറിക്കയുടെ സിസ്റ്റം. അവർ കൗണ്ടർ ചെയ്യുന്ന സിനാരിയോയിൽ ഡെവസ്റ്റേറ്റിംഗ് കൗണ്ടർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒടുക്കത്തെ റൊട്ടേഷൻസും പരിപാടികൾ നടക്കുന്നുണ്ട്. ഒടുക്കത്തെ റൊട്ടേഷൻസാണ്. അപ്പം ഈ പ്ലെയേഴ്സിൻ്റെ ഫ്ലെയറിനെയും ചെങ്ങായി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്താണ് ഓവർ പൊസിഷണൽ സിസ്റ്റമൊക്കെ നമ്മൾ ആ സ്പെയിനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്ക് പാസ്, സൈഡ് വേസ് പാസ്, ലൂയിസ് എൻറിക്കയുടെ സ്പെയിൻ സൈഡിൽ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ PSG സമയത്ത് തുടക്കത്തിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മിക്സ് ചെയ്യുന്നുണ്ട്. ഈവൻ ലോങ് ബോളുകൾ കൊടുക്കുന്നുണ്ട്. ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ പൊസഷൻ ഹാൻഡിൽ ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ റൊട്ടേഷൻസ് മിക്സ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര രസമാണ്. പിന്നെ കിടിലൻ ഡ്രിബ്ലർമാരാണ്. അപ്പോൾ ഈ ഡ്രിബ്ലർമാരുണ്ടെങ്കിൽ തന്നെ കാണാൻ ഭയങ്കര രസമാണെന്നുള്ള കാര്യം പറയണം. മാത്രമല്ല അവർക്ക് കളി ഒറ്റയ്ക്ക് ജയിപ്പിക്കാനും സാധിക്കുമല്ലോ. ഇവിടെ ക്ലിനിക്കല്ലാത്ത പ്രശ്നം ഉണ്ടെങ്കിലും മനോഹരമായിട്ടാണ് PSG കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടി വരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. ഫസ്റ്റ് ഹാഫിൽ ഒബ്വിയസ്ലി ലിവർപൂൾ നല്ല രീതിയിൽ തുടങ്ങുന്നു. പിന്നെ PSG ഗെയിമിലേക്ക് വരുന്നു. PSG കുറേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, അത് അവർക്ക് മുതലെടുക്കാൻ സാധിക്കില്ല. സെക്കൻഡ് ഹാഫിൽ പ്രസ് അങ്ങനെ ചെയ്യേണ്ടെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മാറി മിഡ് ബ്ലോക്കിൽ ഇരിക്കാനും ആൻസിലോട്ടിൻ്റെ ടീം തീരുമാനിക്കുന്നു. ലോങ് ബോൾ, കൂടുതൽ ഡയറക്റ്റ് ബോളുകൾ കൊടുക്കാനുള്ള തീരുമാനം എടുക്കുന്നു. അത് PSGക്ക് ഇടങ്ങറുണ്ടാക്കാൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ബെറ്റർ ചാൻസുകൾ ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ കോപ്പൻഡിലേക്ക് ആയിരുന്നില്ല സെക്കൻഡ് ഹാഫിൽ. അത് ടോസ് വെർജിൽ വാൻ ഡൈക്കിന് കിട്ടിയപ്പോൾ ആൾ ഫസ്റ്റ് ഹാഫിൽ കോപ്പൻഡിന് നേരെ അറ്റാക്ക് ചെയ്യാനുള്ള തീരുമാനം എടുത്തു. അതിനർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിന്ത അദ്ദേഹം മനസ്സിലൂടെ പോയിട്ടുണ്ടാവുക ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു മേജർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. എന്തായാലും സെക്കൻഡ് ഹാഫിൽ അവർ ടുവേർഡ്സ് ആ ഒരു PSG അൾട്രാസിൻ്റെ എൻഡിലേക്കാണ് അറ്റാക്ക് ചെയ്തിരുന്നത്. പക്ഷേ സ്റ്റിൽ അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ദൊന്നരൂമയുടെ സേവുകൾ നമുക്ക് കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ എന്താണ് പോസ്റ്റും പ്രശ്നമായിട്ടുണ്ടായിരുന്നു ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു പെനാൽറ്റി ഷൗട്ടൊക്കെ ഉണ്ടായിരുന്നു ലിവർപൂളിൻ്റെ ഭാഗത്തുനിന്ന്. അത് കൊടുത്തില്ലെങ്കിൽ സോഫ്റ്റായി പോയെന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. പിന്നെ ആ ഒരു ഗോളിൽ ബാർക്കോളയിലേക്ക് ഡെംബേലെ പാസ് കൊടുത്തപ്പോൾ അത് ഓഫ് സൈഡാണെന്നുള്ള തരത്തിലുള്ള വാദങ്ങളൊക്കെ ചില ലിവർപൂൾ ട്വിറ്റർ അക്കൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഇമേജ് ആ ഒരു
സെമി ഓട്ടോമേറ്റഡ് ടെക്നോളജിയുടെ ഇമേജ് പിന്നെ പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ ഓൺ സൈഡാണ് ബാർക്കോള എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട്. അങ്ങനെ സെക്കൻഡ് ഹാഫിലെ ലിവർപൂളിൻ്റെ ചാൻസസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ ഈക്വലൈസർ നേടിയെന്നാണ് ആൻഫീൽഡിലെ ക്രൗഡ് കരുതിയിട്ടുണ്ടായിരുന്നത്, കളി കണ്ടിരുന്ന ലിവർപൂൾ ആരാധകർ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലൂയിസ് ഡിയാസിലേക്ക് ബോൾ എത്തിയിട്ടുള്ള സിനാരിയോയിൽ ലൂയിസ് ഡിയാസ് അവിടെ ഓഫ് സൈഡായിരുന്നു ഇനീഷ്യലി. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ആ ബോൾ വലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്, പക്ഷേ അവിടെ ഓഫ് സൈഡായിരുന്നു. അതേപോലെ തന്നെ സോബോസ്ലൈയുടെ നല്ലൊരു അറ്റംപ്റ്റ്, ഒരു എഡ്ജ് ഓഫ് ദ ബോക്സ് എന്നുള്ള അറ്റംപ്റ്റ് പാച്ചോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള പെർഫോമൻസാണ് PSG സെക്കൻഡ് ഹാഫിൽ പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രിറ്റ് അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അത് യൂഷ്വലി നമ്മൾ PSG അസോസിയേറ്റ് സംസാരിക്കാത്തൊരു സംഭവമാണ്. കാരണം ബാക്ക് ഫുട്ടിൽ ഇരിക്കുമ്പോൾ അവർ വൾണറബിൾ ആകാറാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇവിടെ അവർ പൊരുതിയിട്ടുണ്ടായിരുന്നു. മാർക്കിന്യോസും പാച്ചോ എസ്പെഷ്യലി ഫാന്റാസ്റ്റിക് ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പാച്ചോയുടെ പെർഫോമൻസ് വളരെ അണ്ടർ റേറ്റഡ് ആയിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. ഏരിയയിൽ അദ്ദേഹം ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ബ്ലോക്കുകൾ നടത്തിയിട്ടുണ്ട്, ക്ലിയറൻസ് നടത്തേണ്ട സിനാരിയിൽ ക്ലിയറൻസ് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊരു ഗ്രേറ്റ് സൈനിങ് ആണ് പാച്ചോ. പിന്നെ കോർണറുകളിൽ നിന്ന് ലിവർപൂൾ ത്രെട്ട് പോസസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡിയാസിൻ്റെ ഒരു ഹെഡർ ഡൊണറുമ ചാടി സേവ് ചെയ്യുന്നു, ഫാന്റാസ്റ്റിക് സേവാണ്. അതേപോലെ തന്നെ മറ്റൊരു കോർണർ ബോക്സിലേക്ക് വരുന്നു, അത് ഡൊണറുമ തട്ടിമാറുന്നു, സലയിലേക്ക് എത്തുന്നു. സലയുടെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് നിയർ പോസ്റ്റിലേക്ക് അടിക്കാനുള്ള അറ്റംപ്റ്റ് വരച്ച്കേലിയ ഗോൾ ലൈൻ ക്ലിയറൻസ് നടന്ന് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ റോബർട്ട്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഫ്രീ കിക്ക് ബോക്സിലേക്ക് വരുന്നു. ട്രെൻഡിന് പകരമായിട്ട് വന്നിട്ടാണ് ക്വാൻസ ഹെഡ് ചെയ്തത് ഫാർ പോസ്റ്റിൽ തട്ടാണ് അൺലക്കിയാണ് അവിടെ. പിന്നെ അത് ഓഫ് സൈഡൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു റെഫറി, അവിടെ ഓഫ് സൈഡൊന്നും ആയിരുന്നില്ല ആരും. അപ്പോൾ അങ്ങനത്തെ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ഈ പറഞ്ഞല്ലോ ട്രെൻഡിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ലിവർപൂളിന്. അതൊരു ഹ്യൂജ് ബ്ലോ ആണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ അതിനിപ്പോൾ കറബാओ കപ്പിൻ്റെ ഫൈനലും ഒരു ബ്ലോ ആയിരിക്കും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. ഈ മത്സരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിഫറൻസ് PSG-യും ലിവർപൂളും തമ്മിലുണ്ടായിരുന്നത് ബെഞ്ച് സ്ട്രെങ്ത് ആയിരുന്നു. ബെഞ്ച് സ്ട്രെങ്ത് ഹ്യൂജ് ഡിഫറൻസ്. നമുക്കറിയാം ആർണി സ്ലോട്ട് അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ആകെ കിയേസെ മാത്രമാണ് അവന്മാർ സൈൻ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹമാണെങ്കിൽ ഇഞ്ചുറി പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഫോം വീണ്ടെടുക്കാനൊക്കെ പിന്നെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പിന്നെ അങ്ങോട്ട് യൂസ് ചെയ്ത് നോക്കുന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ എന്താണ് ബെഞ്ച് സ്ട്രെങ്ത് നമ്മൾ ഈ രണ്ട് ടീമിനെയും നോക്കിക്കഴിഞ്ഞാൽ വലിയ അന്തരമുണ്ട് അതിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഗാക്പോ ഒക്കെ ഇഞ്ചുറി മാറിയിട്ട് വന്നിട്ടുള്ളൂ, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു റസ്റ്റ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബെഞ്ച് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ PSG-യുടെ ഓണർഷിപ്പിൻ്റെ സ്പെൻഡിങ് നേച്ചറും കൃത്യമായിട്ടും ഒരു വ്യത്യാസമായിരുന്നുള്ള കാര്യം ഓർക്കണം. ഇപ്പോൾ ബാർക്കോലയ്ക്ക് പകരം ഡെസീരി ഡുവയാണ് കൊണ്ടുവരുന്നത് അല്ലേ. അതൊരു ഫാന്റാസ്റ്റിക് പ്ലെയറാണ് ഡെസീരി ഡുവെ. ബാർക്കോല നല്ലൊരു പ്ലെയറാണ്, പകരം വരുന്നത് ഡെസീരി ഡുവെ. ഈക്വലി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ. 2 ഫൂട്ട് കൊണ്ടും അടിക്കാൻ പറ്റും, അതും വളരെ പെട്ടെന്ന് ഷോട്ടുകൾ അൺലീഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. 2 വിങ്ങിലും കളിക്കാൻ പറ്റും, ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് കേളർ സാധനങ്ങൾ അടിക്കാൻ പറ്റും. 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പേസ് ഉണ്ട്, അജിലിറ്റി ഉണ്ട്, ഡ്രിബ്ലിംഗ് എബിലിറ്റി ഉണ്ട്, 2 ഫൂട്ട് കൊണ്ടും ഷോട്ട് അടിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലെയറിനെയാണ് ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ പിന്നീട് ആ ഒരു എക്സ്ട്രാ ടൈമിൽ കിടക്കുമ്പോൾ PSG-ക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നതിന് പ്രധാന കാരണം ഫ്രഷ് ലെഗ്സ് ആയിരുന്നു. അതായത് അവർ കൊണ്ടുവന്നിട്ടുള്ള പ്ലെയേഴ്സ് ആരൊക്കെയാണ്? ജെറെമിരി, കാങ്ങിൻലി, എനർജറ്റിക് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്, യങ് പ്ലെയേഴ്സാണ്. മാത്രമല്ല ഫ്രഞ്ച് ലീഗിൽ ഇവരെയൊക്കെ റെസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ലക്ഷറി കൂടി ഉണ്ട് ലൂയിസ് എൻറിക്കെ. കാരണം എന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി എല്ലാം സോർട്ട് ഔട്ടാണ്. ഇവിടെയും ലിവർപൂളും ചുടത്തോളം വേണമെങ്കിൽ സൗത്താംപ്ടനെതിരെ കൂടുതൽ റെസ്റ്റ് കൊടുക്കാമായിരുന്നു ആർണി സ്ലോട്ടിന്. പക്ഷേ അത്തരത്തിൽ കൂടുതൽ റൊട്ടേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളൊരു മാനേജറായിട്ട് തോന്നുന്നില്ല ആർണി സ്ലോട്ടിൻ്റെ ഈ ഒരു ഫസ്റ്റ് സീസൺ കണ്ടപ്പോൾ എന്നുള്ളതാണ്. അത് പിന്നീട് പണി കൊടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ PSG ബെഞ്ചിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പ്ലേയേഴ്സ് ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിച്ചു. മിഡ്ഫീൽഡിൽ ജെറെമിരി വരുന്നു, ബാർക്കോളയ്ക്ക് പകരം ഡെസീരി ഡുവെ വരുന്നു. ഈവൻ ആ ഒരു പെനാൽറ്റി എടുക്കാൻ വേണ്ടി ഗോൺസാലോ റാമോസ് എന്ന് പറയുന്ന വലിയ തുക കൊടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള സ്ട്രൈക്കറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് കാങ്ങിൻലി വന്നിട്ടുണ്ടായിരുന്നു. ഡിഫൻസിൽ ബെറാൾഡോ വരുന്നു. ഇവിടെയാണ് നമുക്ക് ലിവർപൂളിൻ്റെ ബെഞ്ച് സ്ട്രെങ്ത് ഇല്ലായ്മയും ഇഞ്ചുറി പ്രശ്നങ്ങളും നമുക്കറിയുന്നത്. ട്രെൻഡ് പോയപ്പോൾ ക്വാൻസ എന്ന് പറയുന്ന സെൻറ്റർ ബാക്കാണ് റൈറ്റ് ബാക്കായിട്ട് കളിക്കേണ്ട സിനാരിയോ ഉണ്ടായിരുന്നത് അല്ലേ. അതേപോലെ തന്നെ കൊനാറ്റയ്ക്ക് എക്സ്ട്രാ ടൈമിൽ ഇഞ്ചുറി പറ്റിയിട്ട് കയറി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻഡോ എന്ന് പറയുന്ന മിഡ്ഫീൽഡറാണ് ആ ഡിഫൻസിൽ കളിക്കാൻ വരുന്നത്. അപ്പോൾ അവിടെ ഓപ്ഷൻസിൻ്റെ ഒരു അഭാവമുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ് അല്ലേ. നേരെ മറിച്ച് PSG ആണെങ്കിൽ ബെറാൾഡോ എന്ന് പറയുന്ന ആ ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള യങ് സെൻറ്റർ ബാക്കിനെ കൊണ്ടുവരുന്നു ഡിഫൻസിലേക്ക് മാർക്കിന്യോസിന് പകരം. ബെഞ്ചിൽ ലൂക്ക ഹെർണാണ്ടസിനെ പോലെയുള്ള പ്ലേയേഴ്സ് ഇരിക്കുകയാണ്, കിംപെമ്പെ എന്ന് പറയുന്ന എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനർ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് PSG. അപ്പോൾ ആ ഒരു ബെഞ്ച് സ്ട്രെങ്ത്ത് ശരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റും അതിൻ്റെ വ്യത്യാസവും നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ സെക്കൻഡ് ലെഗിൽ
സെക്കൻഡ് ഹാഫിൽ PSG കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആകെ 3 അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുള്ളൂ. അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നു. ലിവർപൂള് സെക്കൻഡ് ഹാഫിൽ ഡൊമിനേറ്റ് ചെയ്ത് കളിച്ചെങ്കിലും അവർക്ക് ആ ഒരു ഈക്വലൈസർ ഗോൾ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെ ജോട്ടയ്ക്ക് പകരം ഡാർവിൻ ന്യൂനസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു 73 മിനിറ്റിൽ നമ്മുടെ ആർണെ സ്ലോട്ട്. അങ്ങനെ എക്സ്ട്രാ ടൈമിൻ്റെ തുടക്കം മുതൽ ഈ പറഞ്ഞ പോലെ ഈ ഫ്രഷർ ലെഗ്സ് വന്നിട്ട് PSG മനോഹരമായിട്ട് കളിക്കുകയാണ്. PSG ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ അവർ ബാക്ക് ഫുട്ടിലായിരുന്നെങ്കിൽ എക്സ്ട്രാ ടൈമിൽ അവർ ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുന്നു. ഫറ്റീഗ് ശരിക്കും ഈ ലിവർപൂൾ സൈഡിൽ ക്രീപ്പിൻ ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു. ശരിക്കും ആ ഫറ്റീഗും ടയർഡ്നെസ്സും ഒക്കെ നമ്മൾ കാണണം. പിന്നെ എന്താണ്, ഗെയിം ഓപ്പണായി, കാര്യമായിട്ട് രണ്ട് ടീമുകൾക്കും പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒബ്വിയസ്ലി 90 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഫ്രണ്ട് ഫുട്ടിൽ PSG കളിക്കുന്നത്, അവരുടെ ആ ഒരു ഫ്രഷർ ലെഗ്സും ഒപ്പം ഉസ്മാനിക്കയും ന്യൂനോ മെൻഡസും ജോവൻ നെവസും വിറ്റീനിയൊക്കെ ഇവരൊക്കെ ഒടുക്കത്തെ എനർജിയിൽ കളിക്കുകയാണ്. ഡെംബേലെയൊക്കെ എമ്മാതിരി എനർജിയിലാണെങ്കിൽ ന്യൂനോ മെൻഡസോ എന്ത് എനർജിയാണ്, എന്ത് സ്റ്റാമിനയാണ്. ജോനെവസും കവർ ചെയ്ത ഗ്രൗണ്ടിന് കണക്കില്ല എന്നുള്ളതാണ്. വിറ്റീനിയ മനോഹരമായിട്ട് കളിക്കുകയാണ്. പിന്നെ ഡിഫൻസിലി സെക്യൂരിറ്റി ഉണ്ട്, പാച്ചോടെയും പിന്നെ ലൂക്കാസ് ബെറാൾഡോ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെയും, പിന്നെ ഡൊണറൂമ മനോഹരമായിട്ട് സേവുകൾ പുൾ ഓഫ് ചെയ്യുന്നു. എക്സ്ട്രാ ടൈമിൽ ലിവർപൂൾ ആകെ ഒറ്റ അറ്റംപ്റ്റേ നടത്തിയിട്ടുള്ളൂ, ഒരേ ഒരു അറ്റംപ്റ്റ്. PSG 11 അറ്റംപ്റ്റുകൾ എക്സ്ട്രാ ടൈമിൽ നടത്തിയിട്ട് അതിൽ 4 അവർക്ക് ടാർഗറ്റിലേക്ക് ഓടിക്കാൻ സാധിച്ചു. അപ്പോൾ അതിൽ തന്നെ വരട്സ്കേലിയുടെ ഷോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ബോക്സിൽ PSG താരത്തിൽ വന്നു വീഴുന്നു. അത് പിന്നെ ഡെസീരി ഡുവക്ക് കൊടുക്കുകയാണ്. ഡെസീരി ഡുവ പിന്നെ എങ്ങനെയാണ് അവിടെ നിന്ന് അത്ര പെട്ടെന്ന് വളരെ ക്വിക്ക് ഫീറ്റ് കാഴ്ചയൊരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നുള്ള ഒരു പിടുത്തം കിട്ടുന്നില്ല. ബ്യൂട്ടിഫുൾ ഷോട്ട്. അത് ആലിസൺ ചാടി, പക്ഷേ അത് വൈഡായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ് ഷോട്ട്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ വിറ്റീന്യ ഡെംബെലെ പിക്ക് ചെയ്യുന്നു. ഡെംബെലെ പിക്ക് ചെയ്ത് ഡെംബെലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അദ്ദേഹം ഒരു കേളർ സാധനം ആ ഒരു കോർണറിലേക്ക് അടിക്കാനുള്ള ശ്രമം നടത്തിയാണ് ഗ്രൗണ്ടിലൂടെ. പക്ഷേ ആലിസൺ സേവ് ചെയ്തു. ആലിസൺ രക്ഷക്കെത്തി ലിവർപൂളിൻ്റെ. അപ്പോൾ ഈ രീതിയിലാണ് പിന്നെ മത്സരത്തിൻ്റെ നോർമൽ ടൈമും എക്സ്ട്രാ ടൈമും കടന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടാണ്. ടോസ് PSG കിട്ടി. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം PSG അൾട്രാസിൻ്റെ അവരിരിക്കുന്ന ആ ഒരു ഏരിയയിലാണ് പെനാൽറ്റി ഷൂട്ടൗട്ട് നടന്നത്. അത് ലിവർപൂളിന് കിട്ടിയിരുന്നെങ്കിൽ കോപ്പനിൽ നടക്കുമായിരുന്നു. അതും ഒരു ഡിഫറൻസ് മേക്കറാണ്, നമുക്ക് അറിയുന്നൊരു സംഭവമാണ്. അങ്ങനെ എന്താണ്, ഈ മക്കാലിസ്റ്ററിനെയും സൊബോസ്ലായിനെയും ജോട്ടയും ഒക്കെ ഓൾറെഡി പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആർണെ സ്ലോട്ട്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ നല്ല പെനാൽറ്റി ടേക്കേഴ്സ് ആണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇവരൊന്നുമില്ല. അപ്പോൾ വേറെ ആ ഒരു 5 പേരുടെ ലിസ്റ്റ് കൊടുക്കണം. അപ്പോൾ അതിൽ ഒബ്വിയസ്ലി വലിയ തുക കൊടുത്തുകൊണ്ട് ലിവർപൂൾ സൈൻ ചെയ്തുള്ള ഡാർവിൻ ന്യൂനസിൻ്റെ പേര് വെക്കാതെ നിർവാഹമില്ല. പിന്നെ സല ആണ് ആദ്യത്തെ പെനാൽറ്റി എടുത്തത്, രണ്ടാമത്തെ ഡാർവിൻ ന്യൂനസ്, പിന്നെ കർട്ടിസ് ജോൺസ് എടുക്കുന്നു. അപ്പോൾ അത്തരത്തിൽ എന്താണ്, സൊബോസ്ലായൊക്കെ ഗ്യാസ്ഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ സബ് ചെയ്തതിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് പറയാനൊന്നുമില്ല എന്നുള്ളതാണ്. ഗ്യാസ്ഡ് ഔട്ടായിരുന്നു. അതേപോലെ തന്നെ മക്കാലിസ്റ്ററും വെടി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേഞ്ചസ് വരുത്തിയതിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എലിയറ്റിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരു എക്സ്ട്രാ ടൈമിൽ. ആ ചേഞ്ചസ് എന്തിന് ആർണെ സ്ലോട്ട് വരുത്തിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അവരുണ്ടായിരുന്നെങ്കിൽ, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സംഭവമാണ്, അവരുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ചാൻസ് ലിവർപൂളിന് ആ ഒരു പെനാൽറ്റി ഷൂട്ടിൽ കിട്ടിയേനെ. കാരണം ഇവരൊക്കെ കുറച്ചുകൂടി അഷ്യൂരിറ്റി കൊടുക്കുന്ന പ്ലെയേഴ്സാണ് പെനാൽറ്റി ഷൂട്ടിൽ. അപ്പോൾ അങ്ങനെ മത്സരത്തിലെ ആദ്യത്തെ പെനാൽറ്റി എടുക്കുന്നത് വിറ്റീനിയാണ്. വിറ്റീനിയെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റ് ഗെയിമാണ് ഓവർ ദ 2 legs ചങ്ങായി ഉണ്ടായിട്ടുള്ളത്, അല്ലേ? ഗ്രേറ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ആ മിഡ്ഫീൽഡ് ചങ്ങായി ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോനോസിൻ്റെയും കൂടെ, അതുപോലെ തന്നെ ഫാബിയൻ റൂയിസിൻ്റെ കൂടെ. പിന്നീട് ജയറേമരി വന്നപ്പോൾ ജയറേമരിയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കളിച്ചിട്ടുണ്ട്. വിറ്റീനിയയുടെ സ്റ്റാറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 225 പാസുകളാണ് 2 ലെഗിൽ ഇട്ട് ചങ്ങായി നടത്തിയിട്ടുള്ളത്. അതിൽ 212 പാസുകൾ ചങ്ങായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 ലെഗിലും 100+ പാസുകൾ, സെഞ്ചുറി അടിച്ചിട്ടുണ്ട് പാസുകളുടെ എണ്ണത്തിൽ. ആ രീതിയിലാണ് ചങ്ങായി കാര്യങ്ങൾ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നത്. മാത്രമല്ല തിയാഗോ മോട്ടയ്ക്ക് ശേഷം, ഇപ്പോൾ യുവൻറ്റസിൻ്റെ മാനേജറായിട്ടുള്ള ചങ്ങായി മുമ്പ് PSG പ്ലെയറായിരുന്നു. മോട്ടയ്ക്ക് ശേഷം ഒരു PSG താരം ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ 2 ലെഗിലും നോക്കൗട്ട് മത്സരത്തിൽ 2 ലെഗിലും 100+ പാസുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലാണ് വിറ്റീനിയ കാര്യങ്ങൾ ഡോമിനേറ്റ് ചെയ്യുന്നത്. പ്രസ് റെസിസ്റ്റൻസ് കാഴ്ചവെക്കുന്നു, ഈവൻ ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ മൊത്തത്തിലുള്ള ഫാന്റാസ്റ്റിക് സ്റ്റാറ്റ്സുകളാണ്. ഈ പാസുകൾക്ക് പുറമെ 2 കീ പാസുകൾ കൊടുക്കുന്നു, ലോങ് ബോളുകൾ അറ്റംപ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ 11 6 കംപ്ലീറ്റ് ചെയ്യുന്നു, ഗ്രൗണ്ട് ഡ്യൂലുകൾ 8 6 വിൻ ചെയ്യുന്നു, 5 ടാക്കിളുകൾ നടത്തുന്നു. ആ രീതിയിലാണ് വിറ്റീനിയ കളിച്ചിട്ടുണ്ടായിരുന്നത്. ജോവനവസോ, ഈ ജോവനവസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജോവനവസ് 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. വലിയ തുക കൊടുത്തുകൊണ്ടാണ് ബെൻഫീക്കയിൽ നിന്നും PSG ചങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ആളൊരു 15 വയസ്സിലേക്ക് കളിക്കുമ്പോൾ, ബെൻഫീക്കയുടെ യൂത്ത് ടീമിലേക്ക് കളിക്കുമ്പോൾ ആളുടെ ഫിസിക്കൽ സ്റ്റാച്ചർ അത്ര പോരാ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്.
പക്ഷേ അവിടെ നിന്നും അദ്ദേഹം പൊരുതി. അത്തരത്തിൽ അവഹേളനവും കാര്യങ്ങളും അത്തരത്തിലുള്ള അടിച്ചമർത്തലും കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുള്ള ഒരു പ്ലെയറാണ് ജോവനസ്. അവിടെ നിന്നും പൊരുതി ചങ്ങായി എൻസോ ഫെർണാണ്ടസ് ചെൽസിയിലേക്ക് പോയിട്ടുള്ള സിനാരിയിൽ ബെൻഫീക്കയുടെ മിഡ്ഫീൽഡിൽ മെയിൻ മാനായിട്ട് മാറുന്നു. ഇപ്പോൾ PSG മിഡ്ഫീൽഡിൽ മനോഹരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ബിഗ് സ്റ്റേജിൽ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ജോനോസിൻ്റെ കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള മെൻറ്റാലിറ്റി ഉണ്ട്. അദ്ദേഹത്തെ PSG ടീംമേറ്റ്സ് വിശേഷിപ്പിച്ചത് മോൺസ്റ്റർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള മെൻറ്റാലിറ്റിയുള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വ്യത്യാസമാകും. അപ്പോൾ അങ്ങനെ ചെങ്ങായി മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ട്. ആള് 63 പാസുകൾ അറ്റംപ്റ്റ് ചെയ്തതിൽ 57 കംപ്ലീറ്റ് ചെയ്യുന്നു, 3 കീ പാസസ്, സക്സസ്ഫുൾ ഡ്രിബിളുകൾ 3 കംപ്ലീറ്റ് ചെയ്യുന്നു, 11 ഗ്രൗണ്ടുകളിൽ 9 വിൻ ചെയ്യുന്നു, 4 ടാക്കിളുകൾ. പിന്നെ അദ്ദേഹം ഓൾ ഓവർ ദ പിച്ച് നമുക്ക് ജോവനോസിനെ കാണാൻ സാധിക്കും. ഈ ജോവനോസും വിറ്റീനിയും കൂടിയിട്ട് മനോഹരമായിട്ട് കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഫാബിയൻ റൂയിസിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ ഇവന്മാർ രണ്ടുപേരായിരുന്നു സ്റ്റാൻഡ് ഔട്ടായിട്ട് കളിച്ചിരുന്നത്. സെക്കൻഡ് ഹാഫിൽ അവർക്ക് ബാക്ക് ഫുട്ടിൽ കളിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബോൾ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, ആ ബോളിനെ ഇങ്ങനെ കെയർ ചെയ്യുന്ന രീതി രണ്ടുപേരും ഭയങ്കര രസമാണ്. ഒടുക്കത്തെ വർക്ക് റേറ്റും ഒരു ജാതി മിഡ്ഫീൽഡ്, എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത മിഡ്ഫീൽഡ് കോംബോ ആണത്. അപ്പോൾ ഇത് ക്യാമ്പസും ലൂയിസ് എൻട്രിയും കൂടി ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ടീമാണ്. അങ്ങനെ പെനാൽറ്റി എടുക്കാൻ വരികയാണ്. ഫസ്റ്റ് പെനാൽറ്റി വിറ്റീനിയ, പ്രഷർ പെനാൽറ്റിയാണ്. PSG ക്രൗഡ് അവിടെ ഉണ്ട്, അൾട്രാസ് അവിടെ ഉണ്ട്. പക്ഷേ പ്രഷർ പെനാൽറ്റിയാണ്, ഫസ്റ്റ് പെനാൽറ്റിയാണ്. വിറ്റീനിയ പെനാൽറ്റി പുൾ ഓഫ് ചെയ്തത് ലിയോ മെസ്സി വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ലോറസിനെതിരെ പുൾ ഓഫ് ചെയ്ത രീതിയിലാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണത്. അത് പുൾ ഓഫ് ചെയ്യണമെങ്കിൽ അമ്മാതിരി സ്ട്രെങ്ത്ത് വേണം, അമ്മാതിരി ഉറപ്പ് വേണം, അല്ലാതെ പരിപാടി നടക്കില്ല. അങ്ങനെ വിറ്റീനിയ കൃത്യമായിട്ട് മാലിസിൻ്റെ മൂവ്മെൻറ്റ് നോക്കുന്നു, എന്നിട്ട് അതിങ്ങനെ ഉരുട്ടി വിടുകയാണ്. ഒരു എംബാരസ്മെൻ്റ് ആണ് ഒരു കീപ്പർ സംശയം. പക്ഷേ അവിടെ തന്നെയുള്ള കോൺഫിഡൻസും തൻ്റെ എബിലിറ്റിയുള്ള ഒരു വിശ്വാസമൊക്കെയാണ് അവിടെ വിറ്റീനിയ കാഴ്ചവെച്ചത്. അങ്ങനെ ലീഡ് PSG നേടിയെടുക്കുന്നു. സലയാണ് ലിവർപൂളിൻ്റെ കിക്ക് എടുക്കാൻ വരുന്നത്, സല ഗോളാക്കി മാറ്റുന്നു. റിലയബിളായിട്ടുള്ള പെനാൽറ്റി ടേക്കറാണ് നമുക്കറിയുന്നത്. അങ്ങനെ 1-1. ഇനി ഗോൺസാലോ റാമോസാണ് വരുന്നത്. 120 മിനിറ്റിൽ ജോവനോസിന് പകരം ഈ പെനാൽറ്റി എടുക്കാനായിട്ട് മാത്രം കൊണ്ടുവന്നതാണ് ഗോൺസാലോ റാമോസിനെ. മാത്രമല്ല അത് അത്ര എളുപ്പമല്ല. ഒരു ഗ്രൗണ്ടിലേക്ക് അവസാന നിമിഷം വരുന്നു. മാച്ചിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ വ്യാപ്തിയൊന്നും മനസ്സിലാക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. മാത്രമല്ല ഇതിന് മുമ്പ് ഇത്തരത്തിലുള്ള ചേഞ്ചസൊക്കെ മാനേജർ നടത്തിയിട്ട് പെനാൽറ്റി എടുക്കുന്നവർ പുറത്തടിച്ചിട്ടും ഒക്കെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഗോൺസാലോ റാമോസ് മനോഹരമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. 2-1. ഇനി ഇമ്പോർട്ടൻറ്റ് പെനാൽറ്റി എടുക്കാൻ വരികയാണ് ഡാർവിൻ ന്യൂനസ് വരുമ്പോൾ തന്നെ, ആ വരവ് കണ്ടപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നി ഇത് പണി പാളി എന്നുള്ളത് എനിക്ക് തോന്നിയില്ലായിരുന്നു. അതേപോലെ മറ്റു പലർക്കും തോന്നിയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഡാർവിൻ ന്യൂനസിനെ സംബന്ധിച്ചോളം മത്സരത്തിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം കെയോസ് ഇട്ടിരിക്കുന്ന തരത്തിലുള്ള ഒരാളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സൗത്താംപ്ടൺ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, PSG ഫസ്റ്റ് ലെഗിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ബെഞ്ചിൽ നിന്ന് വന്നിട്ട്. പക്ഷേ ഈ മത്സരത്തിൽ കൺഫ്യൂഷനായിരുന്നു. ഒരു ബോളിലേക്കുള്ള ഡാർവിൻ ന്യൂനസിൻ്റെയും ലൂയിസ് ഡിയാസിൻ്റെയും ഒക്കെ റണ്ണൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരും സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള അവസരങ്ങൾ അവിടെ ഓഫ് സൈഡ് ആയിരുന്നു എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടാവും. പക്ഷേ സ്റ്റിൽ പിന്നെ അതേപോലെ തന്നെ സലയ്ക്ക് കൊടുത്തുള്ള പാസ്, വളരെ വേവേഡ് പാസ്, ഒരുപാട് പൈസ കൊടുത്തിട്ടുകൊണ്ടാണ് ഡാർവിൻ ന്യൂനസിനെ ലിവർപൂൾ സൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇനി അദ്ദേഹത്തിന് അവിടെ ഒരു ഭാവി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് ഇത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലിവർപൂൾ കരിയറിലെ അവസാനത്തെ ആണിയായിരുന്നു അടിച്ചതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ അദ്ദേഹം വരുന്നു, അദ്ദേഹത്തിൻ്റെ ഷോട്ട് ഡോണറുമ സേവ് ചെയ്യുന്നു. ഫാൻറ്റാസ്റ്റിക് സേവ്, അഡ്വാൻറ്റേജ് PSG. അപ്പോൾ ഈ അഡ്വാൻറ്റേജിന് ഇനി കംപ്ലീറ്റ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയണമെങ്കിൽ അടുത്ത കിക്ക് PSG കൺവേർട്ട് ചെയ്യണം. എടുക്കാൻ പറ്റുന്നത് ഉസ്മാനിക്കാണ്. ഉസ്മാനിക്കയെ സംബന്ധിച്ചിടത്തോളം, ഡെംബേലയെ സംബന്ധിച്ചിടത്തോളം, ഡെംബൂസിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ അദ്ദേഹം അന്യായ കോൺഫിഡൻസിലാണ് കളിച്ചിട്ടുള്ളത്. പക്ഷേ മിസ്പ്ലേസ്ഡ് പാസുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താണ് ടച്ചസിലുള്ള പ്രശ്നം, നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് അതിന് മുതലെടുക്കാൻ പറ്റാത്ത അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫൈനൽ തേർഡിൽ ഈ ബിഗ് ഗെയിമിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ സ്റ്റിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ഗെയിമിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, നമുക്ക് ഓവറോൾ ഗെയിമിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ റോള്, ആ ഒരു ഫോൾസ് 9 റോൾ എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ളൊരു സംഭവമൊന്നുമല്ല. മാത്രമല്ല അതിന് ഡ്രിഫ്റ്റ് ചെയ്യണം, അതിന് ഒടുക്കത്തെ ഫ്രീഡം ഉണ്ട്. എവിടെ വേണമെങ്കിലും ഡ്രിഫ്റ്റ് ചെയ്യണം ചങ്ങായി. ലെഫ്റ്റിലേക്ക് നീങ്ങും, റൈറ്റിലേക്ക് നീങ്ങും. അങ്ങനെ ഈ റൊട്ടേഷൻ ലിവർപൂൾ പ്ലേയേഴ്സിന് പ്രശ്നം ഉണ്ടാക്കിയിട്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാമിന, എനർജി, പിന്നെ പറഞ്ഞല്ലോ കോൺഫിഡൻസ്. പിന്നെ ഒരു മൊമെൻ്റൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിലേക്ക് പാസ് കൊടുക്കാത്ത സിനാരിയിൽ അദ്ദേഹം കളി അങ്ങോട്ട് നിർത്തി. പക്ഷേ അവിടെ PSG എടുത്തിട്ടുണ്ടായിരുന്നു ബോൾ. അത് വീണ്ടും ഡെംബേലെ കുറച്ചുകൂടെ പിന്നെ ഒരു ഈഗർനെസ് കാണിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിലേക്ക് ബോൾ എത്തിയേനെ. പകരം അദ്ദേഹം കളി നിർത്തുന്ന അവസരം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ. പക്ഷേ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഗെയിമിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ലൂച്ചോ തന്നെയാണ്. ഈ 2025 കലണ്ടർ ഇയറിൽ അദ്ദേഹം അടിച്ചു കൂട്ടുന്ന ഗോളുകൾ, അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല എന്നുള്ള കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ഒരു മെയിൻ മാനായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പണ്ട് എബിലിറ്റിയുള്ള പ്ലെയറാണ്, 2 ഫൂട്ട് കൊണ്ട് അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് അല്ലേ. പക്ഷേ എന്താണ് ഫൈനൽ തേർഡിൽ എത്തിക്കഴിഞ്ഞാൽ ചോക്ക് ചെയ്യാറുണ്ട്. അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു മെയിൻ മാനായിട്ട് ഈ PSG ടീമിൽ കളിക്കുകയാണ്. അങ്ങനെ അവിടെ അദ്ദേഹം ആ ഒരു പെനാൽറ്റി എടുക്കാൻ വരുമ്പോൾ ആ ഒരു മെയിൻ മാനായിട്ടാണ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് മൊമെൻ്റാണ്. അതിന് ആ പെനാൽറ്റി ക്ലാസ് സാധനമായിരുന്നു. ആ വരവ് കണ്ടപ്പോൾ
വിചാരിച്ച് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അടിക്കുന്നതാണ്. അവസാനം അദ്ദേഹം ചേഞ്ച് ചെയ്തിട്ട് റൈറ്റ് ഫുട്ട് കൊണ്ട് അടിക്കുന്നു, കോർണറിലേക്ക് അടിക്കുന്നു. ആലിസൺ സംബന്ധിച്ചോളം ഒന്നും ചെയ്യാനില്ല. ആലിസൺ പൊതുവെ ഒന്നും ചെയ്യാറില്ല പെനാൽറ്റി ഷൂട്ടൗട്ടിൽ. പക്ഷെ അവിടെ ഗ്രേറ്റ് പെനാൽറ്റി അഡ്വാൻറ്റേജ് PSG. കർട്ടിസ് ജോൺസ് സ്കൗസർ ലിവർപൂൾ അക്കാഡമി പ്രൊഡക്റ്റ് അടുത്ത പെനാൽറ്റി എടുക്കാൻ വരുന്നു. അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി ഡോണറും സേവ് ചെയ്യുന്നു. ഇനി ഡെസീരി ഡുവേ കളി ജയിപ്പിക്കാനായിട്ട് വരികയാണ്. 19 വയസ്സുള്ളൂ. ഫാൻറ്റാസ്റ്റിക് പെനാൽറ്റി പുൾ ഓഫ് ചെയ്യുകയാണ് ആൻഫീൽഡിൽ. അങ്ങനെ ലിവർപൂളിനെ പുറത്താക്കിയിരിക്കുകയാണ്. ഗ്രേറ്റ് വിക്ടറിയാണ് PSG സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത് ലിവർപൂൾ ആരാധകരെ സംബന്ധിച്ചോളം വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ് അല്ലേ? കാരണം പാരീസിൽ പോയിട്ട് അങ്ങനെ ഒരു വിജയം കരസ്ഥമാക്കുന്നു. ആൻഫീൽഡിൽ നമുക്ക് ജയിക്കാമെന്നൊരു പ്രതീക്ഷ ലിവർപൂൾ ആരാധകർക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എന്താണ് ഈ പറഞ്ഞ പോലെ ആ ബെഞ്ച് സ്ട്രെങ്ത്ത് അത് വളരെ ഒരു വലിയ ഘടകമായിരുന്നു ഈ മത്സരത്തിലുള്ള കാര്യം ഓർക്കണം. മാത്രമല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഈ ലിവർപൂൾ സൈഡിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും തോറ്റു. ഇനിയിപ്പോൾ കറബാവ് കപ്പിൻ്റെ ഫൈനലുണ്ട്. അതിൽ കൊനാട്ടി ഉണ്ടാവില്ല, ട്രെൻഡ് ഉണ്ടാവില്ല, ഫറ്റീഗ്. ഈ 120 മിനിറ്റ് കളിച്ചതിൻ്റെ പ്രശ്നം മെൻ്റലി ഡൗൺ ആയിരിക്കും, എളുപ്പമായിരിക്കില്ല. ന്യൂകാസിൽ വേണ്ടിയിട്ട് ശരിക്കും അത് മുതലെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അതൊരു ടഫ് മത്സരമായിരിക്കും. പക്ഷെ എന്താണ്, ടൈറ്റിൽ ഓൾറെഡി ബാഗിലാണ്, പ്രീമിയർ ലീഗ് ടൈറ്റിൽ. അതിനെ പ്രൊഫഷണലായിട്ട് നേരിടേണ്ട ഒരു സിനാരിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് 20ാമത്തെ ടൈറ്റിലാണ് നിങ്ങൾ അടിക്കാൻ പോകുന്നത്. 20ാമത്തെ ടൈറ്റിൽ, അത് ചെറിയൊരു സംഭവമല്ല, ഔട്ട്റേജിയസ് സ്റ്റാർട്ടാണത്. അപ്പോൾ അത് ആഘോഷിക്കാനുള്ള സീസണാണ്. ശരിയാണ്, ഇതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരിക്കും. 20ാമത്തെ ടൈറ്റിൽ നിങ്ങൾ അടിക്കാൻ പോകുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. അൺബലീവബിൾ അച്ചീവ്മെൻ്റ് ആണത്. ഒപ്പം മറ്റൊരു കപ്പ് കൂടി അടിക്കാനുള്ള അവസരം കൂടിയുണ്ട്. എന്തായാലും ഇത് വേദന ഉണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഓവർ ദ കോഴ്സ് ഓഫ് 2 legs PSG ഡിസേർവിങ് വിന്നേഴ്സാണ്. ലൂച്ചോക്ക് തന്നെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. മനോഹരമായിട്ട് ടീമിനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, മനോഹരമായിട്ട് സബ്ബുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആർണെ സ്ലോട്ടിൻ്റെ സബ്ബുകൾ വർക്ക്ഔട്ട് ആയിട്ടില്ല. യൂഷ്വലി അദ്ദേഹത്തിന് ഇൻ ഗെയിം മാനേജ്മെൻറ്റ് നല്ലതാണ്. സെക്കൻഡ് ഹാഫിൽ ബെറ്ററായിട്ട് ലിവർപൂൾ കളിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫറ്റീഗും ഇഞ്ചുറീസും സബ്ബുകളും ബെഞ്ച് സ്ട്രെങ്ത്തും ഒക്കെ ഒരു പ്രധാന ഘടകമായിരുന്നു. അതോടൊപ്പം തന്നെ PSG സംബന്ധിച്ചിടത്തോളം ക്ലിനിക്കല്ലാത്തൊരു പ്രശ്നം ഈ മത്സരത്തിലുണ്ട് കേട്ടോ. അത് ഇനി പിന്നെ വരുന്ന സ്റ്റേജസിൽ അവർക്ക് പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ്. ക്ലിനിക്കലാകേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്താൽ പോരല്ലോ, അത് വലയിലേക്ക് ആക്കണ്ടേ. അപ്പോൾ അതാണ്. അപ്പോൾ എന്തായാലും ലൂച്ചോ സംബന്ധിച്ചോളം ആൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മനോഹരമായിട്ടാണ് സംസാരിച്ചത്. മത്സരത്തിന് ശേഷം ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് സംസാരിച്ചത്. ആൻഫീൽഡിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് മനോഹരമായിട്ട് സംസാരിക്കാനും അറിയാം. അപ്പോൾ അതൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ആലിസിനെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ, പെനാൽറ്റി ഷൂട്ടൗട്ടുകളിൽ അത് സേവ് ചെയ്ത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് ആണത്, അങ്ങനെ തന്നെ പറയണം. അപ്പോൾ ഇവിടെ എന്താണ്, കെലഹർ എന്ന് പറയുന്ന കീപ്പർ ബെഞ്ചിലുണ്ട്. നമുക്കറിയാലോ, പണ്ട് വങ്കാലൊക്കെ വേൾഡ് കപ്പിൽ പെനാൽറ്റി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഗോൾ കീപ്പറിനെ മാറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഓർമ്മയില്ല. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യൂല. അത് വേറെ കാരണം വെച്ചാൽ അത് ആലിസിനെ പോലുള്ള ഒരു കീപ്പറിനെ മാറ്റിയിട്ട് കെലഹറിനെ പെനാൽറ്റി ഷൂട്ടിൽ കൊണ്ടുവരാനൊന്നും ഒരു മാനേജർമാരും തീരുമാനിക്കുന്നുള്ളത് ഞാൻ കരുതുന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. കെലഹർ ബെറ്റർ പെനാൽറ്റി സേവറാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് അല്ലേ. അത് ഒരു ചെൽസി ഫാൻ രീതിയിൽ എനിക്കറിയാം. പിന്നെ ന്യൂനോ മെൻഡസിൻ്റെ പെർഫോമൻസും എടുത്തു പറഞ്ഞതായിട്ടുള്ള സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ചില സ്റ്റാറ്റ്സുകൾ കൂടി പറഞ്ഞിട്ട് ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം. അതായത് അക്ഷരാർത്ഥത്തിൽ ആ ഒരു ആദ്യത്തെ 5-6 മിനിറ്റിന് ശേഷം മുഹമ്മദ് സല ന്യൂനോ മെൻഡസിൻ്റെ പോക്കറ്റിൽ തന്നെയായിരുന്നു. 2 ലെഗിലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് മോസലയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിന് കാരണം ഈ ചെങ്ങായി തന്നെയാണ്. ഞാൻ കുറച്ച് മുമ്പൊരു മത്സരത്തിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മുഹമ്മദ് സലയെ പൂട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏരിയകളിൽ നിന്ന് ഗോൾ കണ്ടെത്തണം ലിവർപൂൾ എന്നുള്ളത്. അത് ലിവർപൂളിന് കണ്ടെത്താൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് അവരുടെ ലെഫ്റ്റ് സൈഡ് അത്ര നല്ലതായിരുന്നില്ല. റോബർട്ട്സൺ ആണെങ്കിലും ലൂയിസ് ഡിയാസ് ആണെങ്കിലും നല്ല രീതിയിൽ കളിച്ചിട്ടില്ല. ഗാക്പോക്ക് എക്സ്ട്രാ ടൈമിൽ വന്നിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാഹചര്യം. അപ്പോൾ ലിവർപൂൾ എന്തായാലും അഡീഷൻസ് സമ്മറിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അറ്റാക്കിൽ വേരിയേഷൻസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. മോസല ഈ മത്സരത്തിൽ ലോക്ക് ചെയ്യപ്പെട്ടപ്പോൾ, 2 ലെഗുകളിൽ ലോക്ക് ചെയ്യപ്പെട്ടപ്പോൾ ഗോളുകൾ കണ്ടെത്തുന്നതിൽ ലിവർപൂൾ ബുദ്ധിമുട്ടാണ് നമ്മൾ കാണാൻ സാധിച്ചുള്ളത്. അസാധ്യ സീസണാണ് സലയെ സംബന്ധിച്ചോളം ഉണ്ടായിട്ടുള്ളത് അല്ലേ, അസാധ്യ സീസണാണ്. പക്ഷേ ഈ ബിഗ് സ്റ്റേജിൽ അദ്ദേഹത്തെ ലോക്ക് ചെയ്യപ്പെട്ടത് അങ്ങനെ പെട്ടെന്ന് ആളുകൾ മറക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം. അത് അദ്ദേഹത്തിൻ്റെ ബാലൻഡിയോർ ഷൗട്ടിലും ഒരു പ്രശ്നമായിട്ട് നിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം കൂടുതൽ ആളുകൾ വാച്ച് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ, അതും നോക്കൗട്ട് ഫുട്ബോൾ. ന്യൂനോ മെൻഡസിൻ്റെ സ്റ്റാറ്റ്സ് അത് പറയണം. അപ്പോൾ ഈ പോർച്ചുഗീസ് താരങ്ങൾ മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ന്യൂനോ മെൻഡസ്, ജോൺ നെവസ്, വിറ്റീനിയ, അയ്യോ. അപ്പോൾ ഈ PSG സൈഡിലെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത് പോർച്ചുഗലിൻ്റെ ആരാധകർക്കും ഭയങ്കരമായിട്ട് പോസിറ്റിവിറ്റി കൊടുക്കുന്ന തരത്തിലുള്ള
ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ 26 ഡ്യൂലുകൾ ഓവർ ദ കോഴ്സ് ഓഫ് 2 ലെഗുകളിലായിട്ട് ടൂർണമെൻറ്റ് അറ്റംപ്റ്റ് ചെയ്തതിൽ 21 വിൻ ചെയ്യുന്നു, 12 ടാക്കിളുകൾ, 12 തവണ പൊസഷൻ വിൻ ചെയ്തിട്ടുണ്ട്, 10 ക്ലിയറൻസുകൾ, 3 ഇൻ്റർസെപ്ഷൻസ്, ടേക്കോണുകൾ 6 നടത്തിയതിൽ 5 കംപ്ലീറ്റ് ചെയ്യുന്നു, 2 ബ്ലോക്കുകൾ, ഒരു ലാസ്റ്റ് മാൻ ടാക്കിൾ കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ന്യൂനോ മെൻഡസിൻ്റെ 2 ലെഗുകളിലായിട്ടുള്ള പ്രകടനം. ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആണ്, ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ്. വിറ്റീനിയക്ക് മാൻ ഓഫ് ദ മാച്ച് അവാർഡ് കൊടുക്കാം, ന്യൂനോ മെൻഡസിന് അവാർഡ് കൊടുക്കാൻ പറ്റും, ഈവൻ ഡംബൂസിന് അവാർഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് PSG പെർഫോമൻസ് ഉണ്ടായിരുന്നത്. ന്യൂനോ മെൻഡസ് സലയെ പൂട്ടിക്കെട്ടി പോക്കറ്റിലാക്കി. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് കാണാം. ബാഴ്സലോണയുടെ മത്സരമായിട്ട്. ഗുഡ് ബൈ.